ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കൊനാമിയുടെ ഡാർക്ക് സൈഡ് എന്താണെന്നുള്ളതാണ്, അതായത് നെർഫിങ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നെർഫിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ ഇടയ്ക്ക് ഗ്ലിച്ച് കളി കളിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ ബ്ലിറ്റ്സാൻ, സിയസ, സല. എന്നാൽ ഇവരുടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ പവർ ഒരു അപ്ഡേഷനോട് കുറച്ച് നല്ല ലോ ചെയ്ത്, അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലിറ്റ്സ്, മെസ്സി, ഡെൽ പിയറോ, ഡബിൾ ബൂസ്റ്റർ ഇവരൊക്കെ വന്നപ്പോൾ അതിൻ്റെ പവർ കൂട്ടുകയും ചെയ്തു. അതായത് പുതിയൊരു ബ്ലിറ്റ്സ് അല്ലെങ്കിൽ പുതിയൊരു കാർഡ് സെയിം കാർഡ് തന്നെ കൊണ്ടുവരുമ്പോൾ പഴയതിൻ്റെ പവർ കുറച്ച് പുതിയതിൻ്റെ പവർ കൂട്ടുന്നു. അത് പഴയ കാർഡുള്ളവർ അതിൻ്റെ യൂസ് കുറയുക ചെയ്യുമ്പോൾ പുതിയത് എടുക്കാനായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ, അതാണ് നെർഫിങ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ എറ്റോ സിംഗിൾ ബൂസ്റ്റർ എറ്റോൻ്റെ കാർഡ് അത്യാവശ്യം നല്ല ഗ്ലിച്ച് പെർഫോമൻസ് കഴിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പുതിയൊരു ഡബിൾ ബൂസ്റ്റർ സെയിം കാർഡ് തന്നെ വന്നപ്പോൾ അതിൻ്റെ പഴയതിൻ്റെ പവർ കുറച്ചു. അതിനാണ് നെർഫിങ് എന്ന് പറയുന്നത്. ഇത് നെർഫിങ് പ്ലേയേഴ്സ് കാർഡ് മാത്രമല്ല, സ്കില്ലിന് കൊണ്ടുവരുന്നുണ്ട്, ഡബിൾ ടച്ചിന് കൊണ്ടുവന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഡബിൾ ടച്ച് ചെയ്തുകൊണ്ടിരുന്നവർക്കറിയാം, ബോളിപ്പോൾ ഡബിൾ ചെയ്യുമ്പോൾ കാലിന് കിട്ടില്ല, അല്ലെങ്കിൽ കാലിന് തെന്നിപ്പോവും. അങ്ങനെയാണ് ഇപ്പോൾ ഡബിൾ ടച്ച് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പഴയ ബ്ലിറ്റ്സ് ഗ്ലിച്ച് ടൈപ്പ് കാർഡായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പവർ കുറച്ച് പിന്നെയും കൂടി കൂടി ഒരു ന്യൂട്രൽ ലെവലിൽ കൊണ്ടുവന്നിട്ട് ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊണ്ടുവന്നിരുന്നത്. പണ്ടൊക്കെ ഒരു ബ്ലിറ്റ്സ് പറഞ്ഞൊരു കില്ലർ കാർഡ്, ഒരു ഗ്ലിച്ച് കാർഡ് ലെവൽ കാർഡായിരുന്നു ബ്ലിറ്റ്സ് കാർഡിൽ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല, പവർ കുറച്ച് ഒരു നോർമൽ ഒരു സ്കില്ലായിട്ടാണ് കാണുന്നത്. പിന്നെ നെർഫിങ്ങിൻ്റെ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആ കാർഡ് നല്ല ഗ്ലിച്ച് പെർഫോമൻസ് കാഴ്ചവെക്കും. പിന്നെ ഒരു പവർ കുറച്ചൊരു ന്യൂട്രലായിട്ട് കൊണ്ടുവരും. കാരണം ആ ഒരാഴ്ച വീക്കിന് ആ പാക്കുള്ള അത്രയും കാലം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും ആ കാർഡ്. പിന്നെ ആ കാർഡ് കുറച്ച് പവർ കുറയ്ക്കും. ഇതാണ് കൊനാമിയുടെ നെർഫിങ് സ്ട്രാറ്റജി. ഇതിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെടാനായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവരാ പവർ എപ്പോൾ കൂട്ടുന്നോ അന്നേ നമുക്ക് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പഴയ ഫോമിലേക്ക് എത്തൂ. അല്ലാതെ നമുക്കിപ്പോൾ സ്റ്റാറ്റ്സ് കൂട്ടിയിട്ട് കൊണ്ടൊന്നും ആ കാർഡിൻ്റെ അത്രയും എഫക്റ്റ് വരില്ല. അതങ്ങനെയാണ്, ആ പവർ കുറച്ച് പിന്നെ അതേ ടൈപ്പ് കാർഡ് കൊണ്ടുവരുമ്പോൾ അതിന് പവർ കൂട്ടുക, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്കിതിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പവർ കൂട്ടുമ്പോൾ ആ പവർ തന്നെ കളിക്കാം എന്നുള്ളതുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ടൈപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്തത് എന്തിനെ പറ്റി വീഡിയോ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു കാണും വരെ ബൈ.